ഹായ് ഹലോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊട്ടാരക്കരയിലെ മീൻപിടിപ്പാറയിലേക്കാണ്. അകത്ത് പാർക്കിംഗ് ഫില്ലാവുകയാണെങ്കിൽ പുറത്ത് നമുക്ക് പെയ്ഡ് പാർക്കിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പെയ്ഡ് പാർക്കിങ്ങിൽ കാറ് പാർക്ക് ചെയ്ത ശേഷം എൻട്രൻസിൽ വന്നു എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറുന്നത്. ഇതാണ് മെയിൻ സ്പോട്ട്. ഇവിടെയാണ് എല്ലാവരും കുളിക്കുന്നത്. ഇത് പാർക്കിലേക്കും ഗാർഡനിലേക്കും പോകുന്ന എൻട്രൻസ് ആണ്. കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു പാർക്കുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് വരുന്നുണ്ട്. ഈ പാർക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 മാൻകുട്ടികളൊക്കെ ഉണ്ട്. വൈകുന്നേരങ്ങളിലേക്ക് വന്നിരിക്കാൻ നല്ലൊരു പ്ലേസാണ്. അവിടെ ഇരിക്കാനായിട്ട് സ്റ്റോണിലുള്ള ബെഞ്ചസൊക്കെ ഉണ്ട്. അതുപോലെ നല്ല ഗ്രീനറിയാണ്. ഒത്തിരി ചെടികളും മരവും അടയ്ക്കാമരമൊക്കെ നിൽക്കുന്നുണ്ടോ. അടയ്ക്കയൊക്കെ ഉണ്ട്. അതിൽ മഴ ഒന്ന് മാറിയപ്പോൾ കുട്ടികൾ ഊഞ്ഞാലാടാൻ വന്നിട്ടുണ്ട്. ഇതാ ഒരു ചെറിയ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ്. ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് കയറിയിട്ട് അപ്പുറത്തെ സൈഡിൽ ഇറങ്ങിയിട്ട് നമുക്ക് ആ കുളിക്കുന്ന ഏരിയയിലേക്ക് പോകാൻ പറ്റും. ഇവിടെ മെയിനായിട്ട് എല്ലാവരും വരുന്നത് കുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുളിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് എക്സ്ട്രാ ഒരു പെയർ ഡ്രസ്സൊക്കെ കയ്യിൽ കരുതാവുന്നതാണ്. ഇവിടെ മെയിനായിട്ട് എല്ലാവരും വരുന്നത് ആ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. മഴയായതുകൊണ്ട് വെള്ളം ഇച്ചിരി കലങ്ങി മറിഞ്ഞ് പോവുകയാണ്. ഇതാണ് ആ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പാർക്ക് വരുന്നത്. ഇത് ട്രാംപോളിൻ ഉണ്ട്, അത് പെയ്ഡാണ് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് വീണ്ടും ഒരു ചെറിയൊരു പ്ലേ ഏരിയ കൂടി കാണാൻ പറ്റും. അത് ആ റിവർ സൈഡിലായിട്ടാണ് ആ പ്ലേ ഏരിയ വരുന്നത്. ആ റിവർ സൈഡിൽ കൂടി നമുക്ക് ഇങ്ങനെ ഒത്തിരി അകത്തേക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോൺ പാത്ത് വേ ഉണ്ട്. ഇങ്ങനെ നമ്മൾ കുറച്ചിങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കും ഇടയ്ക്കൊരു കട്ടിങ് വരുന്നുണ്ട്. അതുവഴി നമുക്ക് ഇറങ്ങി ആ വെള്ളത്തിലേക്ക് നിൽക്കാൻ പറ്റുന്നതാണ്. മഴ സമയമൊക്കെ ആണെങ്കിൽ വഴുക്കലുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ച് വേണം ഇറങ്ങാനായിട്ട്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഒരാൾ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാതെ പിണങ്ങി നിൽക്കുക. അവിടെ നിന്ന് കയറിയിട്ട് വീണ്ടും നമ്മൾ സ്റ്റോൺ പാത്ത് വഴി അകത്തേക്ക് നടക്കുവാണ്. കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. ഇടയ്ക്ക് നമുക്ക് ഒരു റെസ്റ്റ് എടുക്കുന്നത് പോലെ ഇരിക്കാനായിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. ഈ നടക്കുന്നതിൻ്റെ 2 സൈഡിലും റബ്ബർ മരങ്ങളാണ് ഉള്ളത്. നമ്മൾ കുറച്ച് ദിവസമായി ഇങ്ങോട്ടേക്ക് വരണമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വന്ന ദിവസമാണെങ്കിലോ നല്ല മഴയും. കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കും, വീണ്ടും പെയ്തു തുടങ്ങും. പോയ ടൈം മുതൽ തിരികെ വരുന്നത് വരെയും മഴയായിരുന്നു. മഴയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. മീൻപിടിപ്പാറയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ ഒരു 4 കിലോമീറ്ററും വരും. ഒരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നല്ലൊരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. വൈകുന്നേരങ്ങളിലേക്ക് ഇവിടെ വന്നിരിക്കാൻ നല്ലൊരു ലൊക്കേഷനാണ്. ഈ വെള്ളത്തിന് മെഡിസിനൽ വാല്യൂ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. എൻട്രൻസിലായിട്ട് തന്നെ ഒരു ചെറിയ സ്നാക്ക് ഷോപ്പും അവൈലബിൾ ആണ്. എല്ലാവർക്കും പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ്. അടുത്ത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലേക്ക്. മീൻപിടിപ്പാറയിൽ നിന്ന് ഒരു 10 മിനിറ്റ് യാത്ര വരത്തുള്ളൂ നമുക്ക് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെത്താനായിട്ട്. ഒരു 3 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് വരും. ഈ കാണുന്നത് അമ്പലക്കുളമാണ്. നമ്മൾ അമ്പലക്കുളത്തിൻ്റെ സൈഡിലായിട്ടാണ് കാറ് പാർക്ക് ചെയ്തത്. നമ്മളെത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ദീപാരാധനയ്ക്ക് സമയമായി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നന്നായിട്ട് നമുക്ക് തൊഴാൻ പറ്റിയായിരുന്നു. കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ പോകുമ്പോൾ മസ്റ്റായിട്ട് വാങ്ങുന്ന ഒരു ഐറ്റമാണ് അവിടുത്തെ ഉണ്ണിയപ്പം. അങ്ങനെ ഞങ്ങളും ഉണ്ണിയപ്പം എല്ലാം മേടിച്ച് തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകും വഴി നമ്മളൊരു സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ സ്പോട്ടിൽ കയറിയായിരുന്നു. അപ്പോൾ ആ സ്പെഷ്യൽ ഫുഡും സ്പെഷ്യൽ സ്പോട്ടുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.